ഡിജിറ്റൽ സർവകലാശാലയിലെ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. സർവകലാശാല രൂപീകരിച്ചത് മുതൽ ഓഡിറ്റ് നടക്കുന്നില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സലീം, എന്താണ് വി.ഡി. സതീശന്റെ ആവശ്യം? ഉന്മേഷ്, ഡിജിറ്റൽ സർവകലാശാലയിൽ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുകയും സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാതി. അത് ഡിജിറ്റൽ സർവകലാശാല രൂപീകരിച്ചത് മുതൽ ഇതുവരെ ഓഡിറ്റ് നടത്താത്തതാണ് ഈ അഴിമതിക്ക് പ്രധാനപ്പെട്ട കാരണമെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റ് സർവകലാശാലകളിൽ നിന്നും വ്യത്യസ്തമായി മുഖ്യമന്ത്രിയാണ് IT വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രോ ചാൻസലർ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് ഈ നിലയിലൊരു കത്ത് എഴുതിയിരിക്കുന്നത്. വിവിധ പ്രോജക്ടുകളിലൂടെ സർവകലാശാലയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ തുക കണ്ടെത്തണമെന്ന വ്യവസ്ഥയാണ് ഈ നിലയിൽ അഴിമതിക്കാർ ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. സർവകലാശാലയ്ക്ക് കിട്ടേണ്ട പല പ്രോജക്ടുകളും അധ്യാപകർ ഉണ്ടാക്കിയ കടലാസ് കമ്പനികളുടെ പേരിലാണ് ഉപയോഗിക്കുന്നത്. അതിൽ ആ നിലയിലാണ് അത് ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നത്. പ്രോജക്ടുകൾ തട്ടിയെടുക്കാൻ വേണ്ടി ചില അധ്യാപകർ 5-ലധികം കമ്പനികൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് അതീവ ഗൗരവതരമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ജീവനക്കാർക്കെതിരെയും ഇത്തരം കമ്പനികൾക്കെതിരെയുമുള്ള നടപടി അത്യാവശ്യമാണ്. അതിന്റെ ഭാഗമായി എത്രയും വേഗത്തിൽ ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക വിജിലൻസ് സംഘത്തെ നിയോഗിക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. ഉന്മേഷ്, ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.